ഡേ 2 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രീമിയം ക്വാളിറ്റി വെജ് ഫുഡ് കിട്ടുന്ന സായി ശരവണാസിലാണ് ഞങ്ങൾ പോയത്. സായി ശരവണാസിന്റെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡ് BOT ബ്രിഡ്ജിന്റെ അടുത്തായിട്ടാണ്. സിന്ധു ആന്റിക്കും ഫാമിലിക്കും ഒരുപാടധികം നന്ദി. ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി വെജ് ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ഞങ്ങൾക്ക് പ്രത്യേകം സജസ്റ്റ് ചെയ്ത് തന്നതിന്. ഞങ്ങൾ ഇവിടുന്ന് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. നല്ല സ്ട്രോങ് ടീ ആണ്. സ്ട്രോങ് ചായ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് നല്ല കടുപ്പമുള്ള ചായ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ചായ ഇഷ്ടപ്പെടും. ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല തിക്കായിട്ടുള്ള സാമ്പാറും പിന്നെ മിൻറ്റ്, ടൊമാറ്റോ, കോക്കനട്ട് എന്നിങ്ങനെ 3 വെറൈറ്റി ചട്നിയാണ് അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് തന്നത്. സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും സായി ശരവണാസിലെ മസാല ദോശ ഇഷ്ടപ്പെടും. വേറെ ലെവൽ ടേസ്റ്റ് ആണ്, നല്ല ഫില്ലിംഗ് ഉണ്ട്, മാത്രമല്ല ഹെവി ക്വാണ്ടിറ്റിയും ആണ് മസാല ദോശ. സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശ കഴിക്കാൻ കിട്ടില്ല. എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻസിൽ അറിയിക്കണം. ഫോർട്ട് കൊച്ചി വരെ വന്നിട്ട് ഇതുവരെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് മാത്രമല്ലേ എക്സ്പ്ലോർ ചെയ്തത്. എന്നാൽ ഇനി നമുക്ക് ഒരുമിച്ച് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരല്പം സഞ്ചരിച്ച് അതിമനോഹരമായിട്ടുള്ള വേറെ 1-2 ബീച്ചിൻ്റെ സൗന്ദര്യം കൂടെ ഒന്ന് നമുക്ക് ഒരുമിച്ച് ആസ്വദിച്ചാലോ അല്ലേ? എന്തായാലും ഇപ്പം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴിപ്പള്ളി ബീച്ചിലോട്ടാണ്. എന്തായാലും പോകുന്ന വഴിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ച് ആസ്വദിച്ച് പോകാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വൈബ്രൻറ്റ് വിദ്യയിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഡേ 2 ആണ്, അതായത് ആണ് നമ്മുടെ ഫോർട്ട് കൊച്ചി വ്ളോഗിലെ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കുഴിപ്പള്ളി ബീച്ചിലാണ്. അസാധ്യമായിട്ടുള്ള ദൃശ്യവിസ്മയം ഒരുക്കുന്ന നല്ലൊരു ബീച്ചാണ് കുഴിപ്പള്ളി ബീച്ച്. അപ്പോൾ വളരെ ഡിസ്റ്റൻസ് ഉള്ളൊരു ബീച്ചാണ്, അതായത് ഏകദേശം ഒരു 45 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഈ ഒരു കുഴിപ്പള്ളി ബീച്ച് വരെ. അപ്പോൾ എന്തായാലും നമുക്ക് കുഴിപ്പള്ളി ബീച്ചിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടുവരാം അല്ലേ? അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടുണ്ട്, ഫോർട്ട് കൊച്ചി വ്ളോഗിൻ്റെ ഫസ്റ്റ് പാർട്ടുണ്ട്. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവർ അതും കാണണം. ആ വ്ളോഗ് കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തവർ തീർച്ചയായിട്ടും ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മോളൊന്ന് ആയി പറഞ്ഞു എല്ലാവർക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നൊരു ഉച്ച സമയമാണെങ്കിലും ഈ കുഴിപ്പള്ളി ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു ഈ കാറ്റാടി മരങ്ങളുടെ ഇടയിലൂടെ. അപ്പോൾ ആ ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മുന്നിലോട്ട്. ഒന്ന് നോക്കിയ ചുറ്റും എത്ര കാറ്റാടി മരങ്ങളാണല്ലേ ഇവിടെ. എങ്ങനെ ഉണ്ട് മോളെ, ഈ സ്ഥലം ഇഷ്ടമായോ? ഒരു രക്ഷയില്ലല്ലേ ഇവിടുത്തെ കാറ്റ്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര വെയിലുള്ള സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വെയിലുണ്ടെങ്കിലും പക്ഷെ ഒന്നും വെയിൽ അത്ര ഫീൽ ആവുന്നില്ല, കാരണം നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് അറിയുന്നില്ല, ഒട്ടും ചൂടറിയുന്നില്ല. ഇഷ്ടമായോ ഈ സ്ഥലം? ഇഷ്ടമായോ നമുക്ക്? നല്ല തണലുള്ള സ്ഥലമാണ്. നമുക്കിതാ തണലൊക്കെ ഇവിടെ കുറേ കാറ്റാടി മരങ്ങൾ കാണാനായിട്ട് സാധിക്കും ചുറ്റും നോക്കുമ്പോഴത്തേക്കും. നല്ല കാറ്റുണ്ട്. പിന്നെതാ ദൂരെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ കാണാനായിട്ട് സാധിക്കും. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നട്ടുച്ച പൊരിഞ്ഞ വെയിലായിട്ടുള്ള സമയമാണെങ്കിൽ പോലും ശാന്തസുന്ദരമായിട്ടുള്ള ഈ നീലക്കടലിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ചേറായി ബീച്ച് എന്ന് പറയുന്ന ആ ഒരു ബീച്ച് പിന്നെയും കുറേ ആളുകൾക്ക് കേട്ട് പരിചയം കാണും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചേറായി ബീച്ച്. പക്ഷെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യവിസ്മയം ഒരുക്കുന്ന കുറേ അധികം കാറ്റാടി മരങ്ങളുടെ തണുത്ത കാറ്റൊക്കെ വീശുന്ന നല്ല നീലക്കടലുള്ള ഈ ഒരു കുഴിപ്പള്ളി ബീച്ച് എന്ന് പറയുമ്പോൾ
അധികം ആരും വന്ന് ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ ട്രഷർ അല്ലെങ്കിൽ ഹിഡൻ ജെം എന്ന് വേണം തീർച്ചയായിട്ടും പറയാനായിട്ട്. കുറച്ചുകൂടി അങ്ങോട്ട് നടന്നപ്പോൾ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാടധികം ബോട്ടുകൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷെ സമയം വളരെയധികം പരിമിതമായതുകൊണ്ട് നേരെ ചെറായി ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇനി ചെറായി ബീച്ചിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ. ഫോർട്ട് കൊച്ചി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ട്രാവൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ചെറായി ബീച്ച്. ഇപ്പം ഞാനും അനിയത്തിയും നിൽക്കുന്നത് ഈ ബാക്കിൽ കാണുന്ന ചെറായി ബീച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ചെറായി ബീച്ചിൻ്റെ ഓവറോൾ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ. അസാധ്യ ബീച്ചാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമൊക്കെ ഫാമിലി ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. എന്തായാലും നമുക്ക് ചെറായി ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ചെറായി ബീച്ചിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ചെറായി ബീച്ച് ആർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ദൃശ്യവിസ്മയം ഒരുക്കുന്ന നല്ലൊരു പെയിൻറ്റിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വലിയൊരു പെയിൻറ്റിംഗ് ആണ്, കണ്ടു നിന്ന് പോകും അതിൻ്റെ ഒരു ഭംഗി. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ചെറായി ബീച്ചേ അല്ല എനിക്ക് ഇന്ന് കാണാൻ സാധിച്ച ഈ ഒരു ചെറായി ബീച്ച്. വളരെയധികം ശാന്തസുന്ദരമായിട്ടുള്ള ഈ നീലക്കടലിൽ, അതായത് ഈ ചെറായി ബീച്ചിൻ്റെ തീരത്ത് ഒരുപാടധികം മനോഹരമായിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ സമയം നട്ടുച്ച 1 മണിയാണ്. എന്നാൽ പോലും ചെറായി ബീച്ചിലേക്കുള്ള ആളുകളുടെ തിരക്ക് വന്ന് തുടങ്ങി. ചെറായി ബീച്ചിൻ്റെ കടലിൻ്റെ കരയിൽ ഒരുപാടധികം വൃക്ഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വൃക്ഷങ്ങളുടെ തണലൊക്കെ ആസ്വദിച്ച് ശുദ്ധവായു ശ്വസിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ മനസ്സിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. ഏത് പ്രായക്കാർക്കും ഒരേപോലെ മനസ്സിന് ഹരം കൊള്ളിക്കുന്ന ഒരു സ്ഥലമാണല്ലേ തീർച്ചയായിട്ടും ബീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേർ വെള്ളത്തിലിറങ്ങി കളിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും കുറച്ചുകൂടി നേരം നിന്നിട്ട് ഇവിടുത്തെ സൗന്ദര്യമൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം ഈ ബീച്ചിൻ്റെ. അപ്പോൾ ചെറായി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഗോകുൽ ഊട്ടുപുര വെജ് റെസ്റ്റോറൻറ്റ്, അതായത് എറണാകുളം എടപ്പള്ളിയിലുള്ള വളരെ പ്രീമിയം ക്വാളിറ്റി വെജ് ഫുഡ് കിട്ടുന്ന ഗുരുവായൂർ പോയിട്ട് ഇതിനു മുമ്പ് വരുന്ന വഴിക്ക് ഞങ്ങൾ കയറിയ റെസ്റ്റോറൻ്റാണ്. അവിടെ കയറിയിട്ട് വെജ് ഹക്ക നൂഡിൽസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. വിവിധ തരം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വെജ് ഹക്ക നൂഡിൽസ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഇവിടുത്തെ ഫുഡ്. കൊച്ചി മെട്രോയുടെ എടപ്പള്ളി എൻട്രൻസ് ഗേറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരുമിച്ച് നമ്മുടെ യാത്ര തുടരാം. നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ വ്ളോഗൊക്കെ എടുത്തല്ലോ. അപ്പോൾ ഫോർട്ട് കൊച്ചി, അതായത് ഇപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലല്ല, കൊച്ചിയിലാണുള്ളത്. അപ്പോൾ കൊച്ചിയിൽ, അതായത് ഫോർട്ട് കൊച്ചി വ്ളോഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു കണ്ടന്റ് തന്നെ ആണല്ലോ ഈ ഒരു ലുലു മോള്. അപ്പോൾ ഞങ്ങളിപ്പോൾ എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലുള്ള, കൊച്ചി എടപ്പള്ളിയിലുള്ള ലുലു മോളിലാണ്. അപ്പോൾ എൻ്റെ കൂടെ അനിയത്തിക്കുട്ടി വീണമോളും ഉണ്ട്, പിന്നെ ടോമി ചേട്ടനും ഉണ്ട്. 6 ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയ വരുന്ന കൊച്ചിയിലെ ലുലു മോള് മാർച്ച് 2013 ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഉദ്ഘാടനം ചെയ്തത്. 250-ൽ പരം ഔട്ട്ലെറ്റ് ഉള്ള ഈ കൊച്ചി ലുലു മോളിൽ ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ്, ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സോൺസ്, മൾട്ടിപ്ലെക്സ്, ഗെയിമിംഗ് ഏരിയ, ബൗളിംഗ് ഏരിയ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കൊച്ചി ലുലു മോള്. ഏതോ സ്കൂളിൽ നിന്ന് കുറേ അധികം കുട്ടികളെ അവരുടെ സ്കൂൾ ടൂറിൻ്റെ ഭാഗമായിട്ട് ലുലു മോൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കാഴ്ചകൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചു. എന്തായാലും ലുലു മോളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ലുലു മോളിൻ്റെ അകത്ത് പ്രവേശിച്ച ഉടനെ തന്നെ കോസ്റ്റ കോഫി, ഇന്ത്യ ടെറൈൻ എന്നിങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റ്സ് ആണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം.
ലുലു മോൾ വരെ വന്നിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് എങ്ങനെയാണല്ലേ എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്നത്. എന്തായാലും നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നത് ഏകദേശം വൈകുന്നേരം 4 മണിക്കാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും വൻ തിരക്കാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് നടന്ന ഓരോ കാഴ്ചകൾ അങ്ങ് കണ്ടു പോവാം. അറബിക് സ്വീറ്റ്സിൻ്റെ ഒരു സെക്ഷൻ എത്തിയപ്പോഴത്തേക്കും അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഫൗണ്ടൻ ഞങ്ങൾ കണ്ടു. പിന്നെ ഒട്ടനവധി അറബിക് സ്നാക്സും പിന്നെ സ്വീറ്റ്സും കാണാനായിട്ട് സാധിച്ചു. കുറേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അഥവാ തയ്യാറാക്കപ്പെട്ട് വെച്ചിരിക്കുന്ന നോൺ വെജ് വിഭവങ്ങളുടെ കലവറയാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ബർഗേഴ്സ്, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കോംബോ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചകളും കാണാനായിട്ട് സാധിച്ചു. പിന്നെ വെറൈറ്റി സ്വീറ്റ്സ്, പിന്നെ ഗ്രിൽഡ് ഫിഷ്, ഗ്രിൽഡ് സ്പൈസി പ്രോൺസ്, ഗ്രിൽഡ് ചില്ലി പെപ്പർ, ഗ്രിൽഡ് ഫിഷിൻ്റെ പലവിധം വെറൈറ്റീസാണ് ഇവിടെ വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. ഒരുപാടധികം വ്യത്യസ്ത തരത്തിലുള്ള നോൺ വെജ് കറികളും പിന്നെ കാണാനായിട്ട് സാധിച്ചു. പിന്നെ അതുകൂടാതെ ചിക്കൻ ലോലിപോപ്പ്, പിന്നെ പലതരത്തിലുള്ള കൊറിയൻ ആയിട്ടുള്ള ചിക്കൻ വിഭവങ്ങൾ, പിന്നെ ചിക്കൻ 65, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ചില്ലി ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, ചില്ലി ലോലിപോപ്പ് ഇൻ ജിഞ്ചർ ടാമറിൻഡ്, പിന്നെ ബീഫിൻ്റെ ലിവർ ഫ്രൈ, കോഴി കല്ലിൽ ചുട്ടത് എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള നൂഡിൽസും ഫ്രൈഡ് റൈസും ബിരിയാണി റൈസും ഒക്കെയാണ് കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. പിന്നെ അൽഫാം ഉണ്ടായിരുന്നു, അതും പല വെറൈറ്റി ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വ്യത്യസ്ത തരത്തിലുള്ള കബാബ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ചിക്കൻ സീഖ് കബാബൊക്കെ ഞങ്ങൾക്ക് അവിടെ വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചു. ഏത് സെക്ഷനിൽ പോയി കഴിഞ്ഞാലും വൻ തിരക്കായിരുന്നു. പിന്നെ ചിക്കൻ്റെ ഹാർട്ട് റോസ്റ്റ്, പിന്നെ ബീഫ് ഉള്ളിയും മുളകും ചേർത്തത് എന്നിങ്ങനെ ഒരുപാട് നോൺ വെജ് വിഭവങ്ങളുടെ ഒരു കലവറ എന്ന് തന്നെ വേണം പറയാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ അൽഫാമിൻ്റെ ഒരുപാടധികം വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ കബാബ്സ് ആണെങ്കിൽ പറയാൻ വേണ്ട, അത്രയും തരത്തിലുള്ള കബാബ്സ് ഉണ്ടായിരുന്നു. വെറൈറ്റി ബ്രോസ്റ്റഡ് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടായിരുന്നു, പാവ് ബജി, വടാപാവ്, ദഹിപൂരി, പാനിപൂരി എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചാട്ട് കിട്ടുന്ന ലൈവ് ചാട്ട് കൗണ്ടറാണ് പിന്നെ ഞങ്ങൾ കണ്ടത്. എണ്ണപ്പത്തിരി, ബനാന ബോൾ, സ്വീറ്റ് ടോസ്റ്റ് ബ്രെഡ്, പിന്നെ പലതരത്തിലുള്ള കച്ചോരി, ഏത്തക്കാപ്പം, വട, സുഖിയൻ എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മലയാളി മാത്രമല്ല ഇന്ത്യൻ സ്നാക്സ് ആണ് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ മീറ്റിൻ്റെ സെക്ഷൻ വന്നപ്പോഴത്തേക്കും ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ ഡ്രം സ്റ്റിക്സ്, ബോൺലെസ് തൈസ്, ചിക്കൻ ഓൾ ലെഗ്, പിന്നെ ചിക്കൻ്റെ തന്നെ പലതരം വ്യത്യസ്ത രീതിയിലുള്ള കട്ടിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചത്. ഡക്ക് മീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഫ്രഷ് ഡക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് നാടൻ ചിക്കനാണ് പിന്നെ കണ്ടത്. അതുകൂടാതെ ഹോൾ ചിക്കനും ഉണ്ടായിരുന്നു. ഇത് കൂടാതെ തന്തൂരി ചിക്കൻ, മലബാർ സ്പൈസി, ചിക്കൻ സ്പൈസി, ആഫ്രിക്കൻ ചിക്കൻ പെരി പെരി, ചിക്കൻ കേരള ഗ്രീൻ പെപ്പർ എന്നിങ്ങനെ, പിന്നെ അമേരിക്കൻ ഫ്ലേവർ കബാബ്, സ്പൈസി ചിക്കൻ കബാബ്, മലബാർ കബാബ്, തന്തൂരി ചിക്കൻ കബാബ്, ചിക്കൻ ചാർക്കോൾ സ്പൈസി കബാബ്, മട്ടൺ കബാബ്, മട്ടൺ ടിക്ക, മട്ടൺ ബോൾ ഒക്കെ ലഭ്യമായിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റ് എറണാകുളത്ത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഓസ്ട്രേലിയൻ മട്ടൺ അഥവാ ഓസ്ട്രേലിയൻ ലാമ്പ്. അതിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മട്ടൺ കട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലാം സ്ക്വയർ കറി കട്ട്, ലാം റാക്ക് ഓഫ് ക്യാപ്പ്, ലാം ഹിൻഷാങ്ക്, ലാം ഷോൾഡർ, ബോൺലെസ് മട്ടൺ ടെൻഡർലോയിൻ, ലാം ലെഗ് ചോപ്പ് ഓഫ്, ബോൺലെസ് മട്ടൺ ലെഗ് എന്നിങ്ങനെ ഒരുപാടധികം മട്ടൺ കട്ട് ഇവിടെ വരുമ്പോൾ കാണാനായിട്ട് സാധിച്ചു. പിന്നെ സീ ഫുഡ് സെക്ഷനിൽ വന്നപ്പോഴത്തേക്കും എല്ലാം അന്നന്ന് പിടിച്ച ഫ്രഷ് മീനായിരുന്നു. പിന്നെ ഈ സെക്ഷനിൽ വരുമ്പോഴത്തേക്കും പല വെറൈറ്റി കേക്ക്സ് ആണ് കാണാനായിട്ട് സാധിച്ചത്. ഹോം മെയ്ഡ് ജാപ്പനീസ് ചീസ് കേക്ക്, ക്രീം കാരമൽ, പർപ്പിൾ വെൽവെറ്റ് പേസ്ട്രീസ്, ബേക്ക്ഡ് യോഗർട്ട്, വാനില, സ്ട്രോബെറി എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി കേക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സെക്ഷനിൽ ഓറഞ്ച് ജെല്ലി, സ്ട്രോബെറി ജെല്ലി, ചോക്ലേറ്റ് മൂസ് കപ്പ്, സ്ട്രോബെറി മൂസ് കപ്പ്, മാംഗോ മൂസ് കപ്പും പിന്നെ ഒരുപാടധികം കേക്ക്സും വീണ്ടും കാണാനായിട്ട് സാധിച്ചു. സമയപരിധി മൂലം വെജിറ്റേറിയൻ ഫുഡ്സ് കിട്ടുന്ന സെക്ഷനും പിന്നെ വെജിറ്റബിൾസ് കിട്ടുന്ന സെക്ഷനും ഞങ്ങൾക്ക് ഈ ഒരു വ്ളോഗിൽ കവർ ചെയ്യാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും അതൊക്കെ മറ്റൊരു വ്ളോഗിൽ ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും.
നേരത്തെ ഐസിങ് കേക്കാണ് കണ്ടതെങ്കിൽ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള പ്ലം കേക്ക്സ് ആണ് കാണാനായിട്ട് സാധിച്ചത്. അടുത്തത് സാലഡ്സിൻ്റെ സെക്ഷൻ ആയിരുന്നു. ഹവായൻ ചിക്കൻ സാലഡ്, ചിക്കൻ ടിക്ക സാലഡ്, പിന്നെ കുനോവ ഫ്രൂട്ട് സാലഡ്, പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള സ്പ്രൗട്ട്സ് ഒക്കെ ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിരുന്നു. ഹോം മെയ്ഡ് കോൾസ്ലോ ഉണ്ടായിരുന്നു, ക്വിനോവ ഫ്രൂട്ട് സാലഡ് ഉണ്ടായിരുന്നു, 3 ബീൻ സാലഡ് ഉണ്ടായിരുന്നു, സാലഡ് റഷ്യ ഉണ്ടായിരുന്നു, മഷ്റൂം സാലഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റി സാലഡ്സ് ആണ്. ഹെൽത്തി ഓപ്ഷനാണ് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്. പിന്നെ ഈ ഒരു സെക്ഷനിൽ ചിക്കൻ ബർഗർ, ഫിഷ് ബർഗർ, ബീഫ് ബർഗർ, പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള എഗ് സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ചൊക്കെയാണ് കാണാനായിട്ട് സാധിച്ചത്. അടുത്തത് വ്യത്യസ്ത തരത്തിലുള്ള ഡോണറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു സെക്ഷനായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ്, ചോക്ലേറ്റ് വാനില എന്നിങ്ങനെ ഒരുപാടധികം ഫ്ലേവേഴ്സിലുള്ള ഡോണറ്റ്സ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. അടുത്തത് കുക്കീസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെക്ഷനായിരുന്നു. ചോക്ലേറ്റ് കുക്കീസ്, ബട്ടർ സ്കോച്ച് കുക്കീസ്, സ്ട്രോബെറി കുക്കീസ്, പിന്നെ പല വെറൈറ്റി മാക്രോൺസും ഇവിടെ ലഭ്യമാണ്. നേരത്തെ നമ്മൾ കണ്ട സെക്ഷനിലുള്ള ഡോണറ്റ്സും കുക്കീസും കൂടാതെ ഇവിടെയും ഈ ഒരു സെക്ഷനിലും ഒരുപാടധികം വെറൈറ്റി ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെയും അല്ലാതെയൊക്കെ പല ഫ്ലേവറിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഡോണറ്റ്സും കുക്കീസും ഒക്കെ ലഭ്യമാണ്. പിന്നെ വാനില ചീസ് പോട്ട്, ഓറിയോ ബ്ലൂബെറി സ്ട്രോബെറി ചീസ് കപ്പ്, ലോട്ടസ് ചീസ് കപ്പ്, ചോക്ലേറ്റ് ചീസ് കപ്പ്, ബ്ലൂബെറി ചീസ് കേക്കിൻ്റെ സ്ലൈസ്, പിന്നെ മോൾട്ടൺ ചോക്കോ ബേസ്റ്റ്, ജാപ്പനീസ് ചീസ് കേക്ക്, ചോക്ലേറ്റ് ബ്രൗണീസ് ഒക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ ഈ ഒരു സെക്ഷനിൽ പേസ്ട്രീസ് ആണ്. പേർപ്പിൾ വെൽവെറ്റ്, വൈറ്റ് ഫോറസ്റ്റ്, ഐറിഷ് കോഫി, ബട്ടർ സ്കോച്ച് പേസ്ട്രി, കാരമൽ, ഓറഞ്ച് വെൽവെറ്റ്, സ്ട്രോബെറി, ചോക്കോ ഫ്രഷ് എന്നിങ്ങനെ പലതരത്തിലുള്ള പേസ്ട്രീസ് ആണ്. ഇത് കൂടാതെ ചീസ് സ്പ്രിംഗ് റോള്, ചോക്ലേറ്റ് സമോസ, ബനാന റോള്, വെജിറ്റബിൾ കട്ട്ലറ്റ്, ഉഴുന്നുവട, പരിപ്പുവട, സുഗിയൻ, ഉള്ളിവട എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് സ്നാക്സും പിന്നെ പലതരത്തിലുള്ള കച്ചോരീസും നോർത്ത് ഇന്ത്യൻ സ്നാക്സും കാണാനായിട്ട് സാധിച്ചു. അടുത്തത് സ്വീറ്റ്സിൻ്റെ, അതായത് ഹൽവയുടെ സെക്ഷനായിരുന്നു. ഗ്രേപ്പ് ഹൽവ, സ്പെഷ്യൽ വീറ്റ് ഹൽവ, ഡ്രൈ ഫ്രൂട്ട് ഹൽവ, പിന്നെ കാലിക്കറ്റ് പൈനാപ്പിൾ ഹൽവ, കാലിക്കറ്റ് സ്ട്രോബെറി ഹൽവ, കാലിക്കറ്റ് മിൽക്ക് ഹൽവ എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു 60-ൽ പരം വെറൈറ്റി കോഴിക്കോടൻ ഹൽവയുടെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിൽ കാണാനായിട്ട് സാധിച്ചു. ദോദ, ഗുജിയ, പനീർ ജിലേബി, ഇമ്രാട്ടി എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ദേശി ഗീ പിന്നെ മിൽക്ക് വെച്ചുണ്ടാക്കിയ പല തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ കാണാനായിട്ട് സാധിച്ചത്. ഇത് കൂടാതെ ഗുലാബ് ജാമുൻ, കാള ജാമുൻ, പിന്നെ അങ്കുരി പേട, പിന്നെ രസ്മലായി, രസഗുള, അങ്ങനെ ഒരുപാടധികം സ്വീറ്റ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ അവർ കവർ ചെയ്തിരിക്കുന്നത്. ലുലു മോൾ വരെ വന്നിട്ട് സ്റ്റാർബക്സ് കോഫി ട്രൈ ചെയ്യാതെ എങ്ങനെയാണല്ലേ പോകാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് സ്റ്റാർബക്സ് കോഫി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫ്രാപ്പിച്ചിനോ, ക്യാപ്പിച്ചിനോ, ലാറ്റെ എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി കോഫീസ് സ്റ്റാർബക്സിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് ബെൽജിയം ചോക്ലേറ്റ് ഫ്രാപ്പിച്ചിനോയും കാരമൽ ഫ്രാപ്പിച്ചിനോയും ആണ്. ലോകമെമ്പാടുമുള്ള സ്ഥലത്ത് നിന്ന്, അതായത് കെനിയയിൽ നിന്നൊക്കെ ഉള്ള കോഫി ബീൻസ് സ്റ്റാർബക്സിൽ വിൽക്കാനായിട്ട് അവൈലബിൾ ആണ്. എന്തായാലും നമുക്ക് സ്റ്റാർബക്സിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്ന് കണ്ടു പോകാം അല്ലേ ഒരുമിച്ച്. അപ്പോൾ ഇതാണ് ഞങ്ങൾ സ്റ്റാർബക്സിൽ നിന്ന് ഓർഡർ ചെയ്ത ബെൽജിയം ചോക്ലേറ്റ് ഫ്രാപ്പിച്ചിനോയും കാരമൽ ഫ്രാപ്പിച്ചിനോയും. കണ്ടിട്ട് നല്ല ഡെലീഷ്യസ് ആയിട്ട് തോന്നുന്നു. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എങ്ങനെയുണ്ട് വീണ, ടേസ്റ്റി ആണോ? ഫസ്റ്റ് ടൈം ആണ്. ഇഷ്ടമായോ സ്റ്റാർബക്സിൽ വന്നിട്ട് ട്രൈ ചെയ്ത ബെൽജിയൻ ചോക്ലേറ്റ് ഫ്രാപ്പിച്ചിനോ? ഇഷ്ടമായി? സൂപ്പർബാണ് ടേസ്റ്റ്. ചോക്ലേറ്റി ആണ്. മസ്റ്റ് ട്രൈ ആണെന്ന് പറയുമോ? മസ്റ്റ് ട്രൈ ആണ്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ബോറായിരിക്കും അല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് തന്നെ സീ ഫുഡിൻ്റെ ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യും, ചിലപ്പോൾ എൻ്റെ വരുന്ന അതായത് 3ാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ Day 3 ഈ ഫോർട്ട് കൊച്ചി വ്ളോഗ് പാർട്ട് 3-ലായിരിക്കും സീ ഫുഡിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇവിടുത്തെ കൊച്ചി വന്നു കഴിഞ്ഞാൽ സീ ഫുഡ് ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന ഒത്തിരി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണും, ചിലപ്പോൾ അടുത്ത വ്ളോഗിലായിരിക്കും. എന്തായാലും മസ്റ്റായിട്ട് കാണണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇന്നത്തെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനലിലൂടെ അനിയത്തി റീമൂസിൻ്റെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ വ്ളോഗായിരിക്കും 3ാമത്തേത് സീ ഫുഡ് വരുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.